ബാംഗ്ലൂരുവിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ ശനിയാഴ്ച നടന്ന ദുരന്തം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് മുതിർന്നവരുടെ ചെറിയൊരു അശ്രദ്ധ പിഞ്ചുകുട്ടികളുടെ ജീവൻ എടുക്കുന്നത് എങ്ങനെയെന്നതിന്റെ ഭയാനകമായ ഉദാഹരണമാണ്. JP നഗർ സ്വദേശികളായ ചരൺരാജ് സ്വാതി ദമ്പതികളുടെ 3 വയസ്സുകാരനായ മകൻ ലക്ഷ്മീറിന്റെ അപ്രതീക്ഷിതമായ വിയോഗം നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലായിരുന്നു സ്വാതിയും കുടുംബവും. 8 മാസം ഗർഭിണിയായ സ്വാതി തന്റെ ഗർഭകാലം അവിസ്മരണീയമാക്കുന്നതിനായി ഒരു മെറ്റർണിറ്റി ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തു. തന്റെ ആദ്യത്തെ കൺമണിയായ ലക്ഷ്മീറിനൊപ്പം ഈ മനോഹരമായ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്താനാണ് അവർ ഒരു സുഹൃത്തിനൊപ്പം റിസോർട്ടിലെത്തിയത്. ഫോട്ടോഷൂട്ട് പുരോഗമിക്കുന്നതിനിടെ അമ്മയും സുഹൃത്തും ക്യാമറയ്ക്കും പോസ്റ്റുകൾക്കും പിന്നാലെ പോയപ്പോൾ ലക്ഷ്മീർ അവരുടെ ശ്രദ്ധയിൽ നിന്നും അകന്നു. സ്വിമ്മിംഗ് പൂളിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അബദ്ധത്തിൽ വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഫോട്ടോഷൂട്ടിന് തിരക്കിലായിരുന്നതിനാൽ സ്വാതിയോ കൂടെയുണ്ടായിരുന്ന സുഹൃത്തോ കുട്ടി പൂളിനരികിലേക്ക് പോയതോ വെള്ളത്തിൽ വീണതോ അറിഞ്ഞില്ല. കുട്ടിയെ കാണാതായ വിവരം ഏറെ വൈകിയാണ് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞത്. പരിഭ്രാന്തിയോടെ നടത്തിയ തിരച്ചിലിനൊടുവിൽ സ്വിമ്മിംഗ് പൂളിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രഥമ ശുശ്രൂഷ നൽകുകയും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. 3 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുരുന്നിന്റെ ശ്വാസം എന്നേക്കുമായി നിലച്ചിരുന്നു. മകന്റെ മൃതദേഹം കണ്ട സ്വാതിയുടെ അവസ്ഥയും വളരെ ദുസ്സഹമാണ്. 8 മാസം ഗർഭിണിയായ അവർക്ക് ഈ ആഘാതം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മാനസികമായും ശാരീരികമായും തളർന്ന അവരെ ഉടൻ തന്നെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഗർഭസ്ഥ ശിശുവിന്റെ സ്വാതിയുടെ ആരോഗ്യനിലയിൽ ആശങ്കയുള്ളതിനാൽ ഡോക്ടർമാർ അവരെ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. സന്തോഷത്തിന്റെ ചിത്രങ്ങൾ പകർത്താൻ വന്ന ഒരു അമ്മയ്ക്ക് സ്വന്തം മകന്റെ മൃതദേഹം കാണേണ്ടി വന്നത് ആ റിസോർട്ടിലെത്തിയ എല്ലാവരെയും കരയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു.